സ്മൂനി അനാലിസ്റ്റിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മൾ പുതിയൊരു മൊഡ്യൂൾ സ്റ്റാർട്ട് ചെയ്യണം, ഡാറ്റ അനാലിസിസ് യൂസ് എക്സൽ. അപ്പം ഞാനിതിൽ ബേസിക് ആയ കാര്യങ്ങൾ എക്സൽ മീൻസ് ഗൂഗിൾ ഷീറ്റാണ് ഞാൻ എക്സലിൻ്റെ പർപ്പസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ബേസിക് എക്സലിൻ്റെ കാര്യങ്ങളൊന്നും ഞാനിതിൽ എന്താക്കുന്നില്ല, എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഒരു ഡാറ്റ അനാലിസിസിനെ സംബന്ധിച്ചിടത്തോളം ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രമാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് എടുക്കാം. ഫസ്റ്റ് ഞാൻ എന്താക്കിയിട്ടുണ്ട്, ഇവിടെ ഡാറ്റ അനാലിസിസിന് വേണ്ടിയിട്ട് ഓരോ ഇക്വേഷനും കാര്യങ്ങളൊക്കെ ഒരു ക്വസ്റ്റ്യൻ ബേസ്ഡ് ആണ് ഞാൻ പറയുന്നത്. ഓക്കെ, ഫസ്റ്റ് ഞാൻ ഇതിന് വേണ്ടിയിട്ട് ഇവിടെ ഓപ്പൺ ചെയ്ത ഡാറ്റ എന്താണെന്ന് വെച്ചാൽ ഒരു IPL ഡാറ്റ ആണ്. ഓക്കെ, IPL ഡാറ്റ ഞാനിവിടെ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതിൽ ഫസ്റ്റ് ആയിട്ട് ഞാൻ എടുക്കുന്നത് ഫസ്റ്റ് ഇന്നിങ്സ് ഡാറ്റ എടുക്കുന്നത്. ഫസ്റ്റ് എനിക്ക് വേണ്ടത് എന്ന് വെച്ചാൽ ടോട്ടൽ നമ്പർ ഓഫ് റൺസ് സ്കോർഡ് ബൈ ഡൽഹി ക്യാപിറ്റൽ സ്കോർ ചെയ്ത ടോട്ടൽ നമ്പർ. ഇത് ഡൽഹി ക്യാപിറ്റലിൻ്റെ ഇന്നിങ്സിൻ്റെ എന്താണ് ഡീറ്റെയിൽസും കാര്യങ്ങളാണ്. ഇത് മുംബൈ ഇന്ത്യൻസിൻ്റെ ഇത്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ നമുക്കത് എങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കാം. ഓക്കെ, അപ്പോൾ അതിന് മുന്നേ ബേസിക്കായിട്ട് ഈ ഗൂഗിൾ ഷീറ്റിൽ ഈ ഏരിയനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഈ മൗസ് കേഴ്സർ വരുന്നില്ല, ഈ ഏരിയനെ നമ്മൾ റിപ്പോർട്ട് എന്ന് പറയും. ഓക്കെ, ദെൻ ഈ ഏരിയ കണ്ടോ, ഇത് ഫോർമുല ബാർ. ഓക്കെ, ഫോർമുല ബാർ, ഇതാണ് നമ്മളെ ഒരു സെല്ല് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ. പിന്നെ ഇത് ഒരു ഗൂഗിൾ ഷീറ്റ്, ഇത് വർക്ക് ബുക്ക്. ഈ വർക്ക് ബുക്കിൽ ഒരുപാട് ഷീറ്റുകളുണ്ട്. ഷീറ്റ് നമ്പർ 2, ഷീറ്റ് നമ്പർ 3. ഇനി നമുക്ക് പുതിയൊരു ഇത് ആഡ് ചെയ്യണമെങ്കിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യാം, ന്യൂ സ്പ്രെഡ്ഷീറ്റ് കൊടുത്താൽ മതി. ഷീറ്റ് ഒരു പുതിയൊരു ഷീറ്റ് വരും. ഓക്കെ, ആ രീതിയിൽ നമുക്ക് ഷീറ്റുകളെല്ലാം ആഡ് ചെയ്യാം. അല്ല, കോപ്പി, സോറി, ഷീറ്റ് ആഡ് ചെയ്യാനല്ല, ക്രിയേറ്റ്. ഓക്കെ, അപ്പോൾ ഈ ഷീറ്റിൽ എനിക്ക് എന്തുകൊണ്ടാണ് അതിൽ ന്യൂ ഷീറ്റ് ആഡ് ചെയ്യാൻ കഴിയാത്തത് വെച്ചാൽ ഇത് അതിൻ്റെ ഒറിജിനൽ ഷീറ്റാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു കോപ്പി ഞാൻ എടുക്കുന്നത്. എങ്ങനെ കോപ്പി എടുക്കാം, മേക്ക് എ കോപ്പി എന്ന് എടുക്കാം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഡാറ്റ സെറ്റ്. ഓക്കെ, അപ്പോൾ ഈ ഡാറ്റ സെറ്റ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ എന്താക്കണം, ഞാൻ ഈ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഒരു വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൊടുക്കാം. ആ ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ മതി കേട്ടോ. എന്നിട്ട് അതിൽ മെസ്സേജ് ചെയ്താൽ മതി ഡാറ്റ ഷീറ്റ്. അപ്പോൾ നിങ്ങൾക്ക് ആ ഡാറ്റ ഷീറ്റ് സെൻഡ് ചെയ്ത് തരുന്നത്, അല്ല ഡാറ്റ ഷീറ്റ് നിങ്ങൾക്ക് സെൻഡ് ചെയ്ത് തരുന്നത്. ഓക്കെ, അപ്പോൾ ഓൾറെഡി ഞാനൊരു കോപ്പി എടുത്ത ലെക്ചേഴ്സ് ഉണ്ട് വേണം. അത് മേക്ക് എ കോപ്പി എടുക്കുമ്പോൾ കുറച്ച് ടൈം എടുക്കും. ഓക്കെ, കിട്ടി. ഇനി ഫസ്റ്റ് ആയിട്ട് നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഫസ്റ്റ് എനിക്ക് വേണ്ടി ടോട്ടൽ റൺസ് സ്കോർഡ് ബൈ ഡൽഹി ക്യാപിറ്റൽ. പിന്നെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈക്വൽ ടു കൊടുക്കുക, സമ്മാണ്, സമ്മിന് ടോട്ടൽ ഇതാക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ എന്താ കൊടുക്കേണ്ടത് വെച്ചാൽ വാല്യൂ 1, വാല്യൂ 2. ഓക്കെ, അപ്പോൾ ഞാൻ ഇതിൽ ഫസ്റ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ടോട്ടൽ റണ്ണിൻ്റെ കോളം ഇതല്ലേ, ഫസ്റ്റ് കോളം ക്ലിക്ക് ചെയ്തു. ഓക്കെ, ദെൻ കൺട്രോൾ ഷിഫ്റ്റ്, ഈ കോളം അടിയിലേക്കുള്ള ഈ ഏരിയ മൊത്തം എനിക്ക് വേണം ടോട്ടൽ റൺസിൻ്റെ, അതിൻ്റെ സമയം.
അപ്പോൾ കൺട്രോൾ ഷിഫ്റ്റ് പ്രസ് ചെയ്തിട്ട് ഡൗൺ കീ അമർത്താം. ഓക്കെ, അപ്പോൾ അത് ഫുള്ള് സെലക്ട് ചെയ്യും. പിന്നെ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്ത് എൻ്റർ അടിക്കാം. അപ്പോൾ നമുക്കിവിടെ ടോട്ടൽ റൺസ് കിട്ടി. എത്രയാണ്? 186. അപ്പോൾ ടോട്ടൽ റൺ സ്കോർഡ് ബൈ ഡൽഹി ക്യാപിറ്റൽ 156. ഒന്നുകൂടി ഞാൻ പറയാം എങ്ങനെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഈക്വൽ ടു സം. ഈക്വൽ ടു കൊടുക്കുന്നത് ഇക്വേഷൻ ആയിട്ടുകൊണ്ടാണ്. സം കൊടുക്കുക. ദെൻ നമുക്ക് ഏത് ടോട്ടൽ റൺസിനെ സ്റ്റാർട്ടിംഗ് കോളം എഴുതാം, സെലക്ട് ചെയ്യുക. ദെൻ കൺട്രോൾ ഷിഫ്റ്റ് എടുത്തിട്ട് ആ ടോട്ടൽ കോളം അടിയിലേക്ക് മൊത്തം വേണമെന്നുണ്ടെങ്കിൽ കൺട്രോൾ ഷിഫ്റ്റ് ഡൗൺ കൊടുക്കുക, ഡൗൺ കീ അമർത്തുക. ദെൻ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എൻ്റർ കൊടുക്കുക. ഉണ്ടോ? 186. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? മുംബൈ ഇന്ത്യൻസിലെ ടോട്ടൽ സ്കോർ കാണും. ഓക്കെ, അപ്പോൾ അതിന് വീണ്ടും സം കൊടുക്കുക, ഈക്വൽ ടു സം. ടോട്ടൽ റൺസിൻ്റെ ഫസ്റ്റ് കോളം സെലക്ട് ചെയ്യുക. ദെൻ കൺട്രോൾ ഷിഫ്റ്റ് ഡൗൺ കൊടുക്കുക, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എൻ്റർ അടിക്കുക. 187. അപ്പോൾ ക്ലിയർ ആയി എന്ന് വിചാരിക്കും. സം എടുക്കൽ മനസ്സിലായില്ലേ? ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. How many extra runs were given by Delhi Capital to Mumbai Indians in second innings? Okay, extra run. അതെങ്ങനെ കണ്ടുപിടിക്കുക? അതിന് നമുക്ക് വേണ്ടത് എന്ന് വെച്ചാൽ, എക്സ്ട്രാ റണ്ണ് എക്സ്ട്രാ റണ്ണ് ഇതിൽ എക്സ്ട്രാ റണ്ണ് എത്ര കിട്ടിയിട്ടുണ്ട് എന്ന് നമുക്ക് അറിയണം. ഓക്കെ, അപ്പോൾ അത് ഇതേ നേരത്തെ അതേപോലത്തെ ഇക്വേഷൻ നമ്മൾ കൊടുക്കേണ്ടത്. ഈക്വൽ ടു സമ്മ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, എക്സ്ട്രാ റണ്ണ് ഫസ്റ്റ് കോളം സെലക്ട് ചെയ്യുക, കൺട്രോൾ ഷിഫ്റ്റ് ഡൗൺ അടിക്കുക, ബ്രാക്കറ്റ് ഷിഫ്റ്റ് അടിച്ചിട്ട് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. ഓക്കെ, അല്ല ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എൻ്റർ അടിക്കുക. എക്സ്ട്രാ റൺ 4 റണ്ണാണ് കിട്ടിയത്. അതായത് ഇതിൽ നോക്കിയാൽ നമുക്ക് കാണാം. ഇതിപ്പം ഓക്കെ ഈ റേഞ്ചിൽ, അല്ലെങ്കിൽ നമ്മളത് ഓരോന്നും തപ്പി കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ അത് ഇവാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യാം. മുംബൈ ഇന്ത്യൻസ് ഡൽഹി ക്യാപിറ്റലിൻ്റെ എക്സ്ട്രാ റൺ കിട്ടി. സെയിം ക്വസ്റ്റ്യൻ നമുക്ക് മുംബൈ ഇന്ത്യൻസിൽ കണ്ടുപിടിക്കാം. അപ്പോൾ അതിന് വീണ്ടും ഈ സമ്മ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, ദെൻ എക്സ്ട്രാ റണ്ണിൻ്റെ ഫസ്റ്റ് കോളം സെലക്ട് ചെയ്യുക, റേഞ്ച് കിട്ടാൻ. ഈ എന്തുകൊണ്ടാണ് കൺട്രോൾ ഷിഫ്റ്റ് ഡൗൺ അടിക്കുന്ന ഈ ഏരിയ മൊത്തം കവർ ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. ഓക്കെ, കൺട്രോൾ ഷിഫ്റ്റ് ഡൗൺ അടിക്കുക, ദെൻ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എൻ്റർ അടിക്കുക. ഈ വരും 4 എണ്ണമാണ് കിട്ടിയത്. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 3. ബൈ ദ നമ്പർ ഓഫ് വിക്കറ്റ് ലോസ് ബൈ MI. നമ്പർ ഓഫ് വിക്കറ്റ് ലോസ് ബൈ MI. ഓക്കെ, മുംബൈ ഇന്ത്യൻസ് ഡൽഹി ക്യാപിറ്റലിന്റെ വിക്കറ്റ് അല്ല, വിക്കറ്റ് എത്ര? മുംബൈ ഇന്ത്യൻസിന് എത്ര വിക്കറ്റ് പോയിട്ടുണ്ട്? ഓക്കെ, അപ്പം ഈസ്റ്റ് വിക്കറ്റ്, ഇവിടെ ഈസ്റ്റ് വിക്കറ്റ് എന്നുള്ള ഇത് കണ്ടോ, ഇതിലുണ്ടാവും വിക്കറ്റ് എത്ര പോയി എന്ന് കണ്ടുപിടിക്കാൻ ഇതിന്റെ സമ്മ് കണ്ടുപിടിച്ചാൽ മതി. ഓക്കെ, ഇതിപ്പോ നോർമലി 2 നിലയ്ക്ക് നമുക്ക് ചെയ്യാം. ഓക്കെ, ഇതിലിപ്പോ ഓൾറെഡി 0-1 മാത്രമല്ലേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ അത് കണ്ടുപിടിക്കാൻ നമുക്ക് 2 രീതി ഉണ്ട്. ഫസ്റ്റ് ഒരു രീതി എന്താണെന്ന് വെച്ചാൽ, സാധാ പോലെ ഈക്വൽ സമ്മ് കൊടുക്കുക, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം, സോറി ഈസ്റ്റ് വിക്കറ്റ് എന്നുള്ള കോളം സെലക്ട് ചെയ്യുക, കൺട്രോൾ ഷിഫ്റ്റ് ഡൗൺ അടിക്കുക, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എൻ്റർ അടിക്കുക. ഇത് ഒരു രീതി. അപ്പോൾ 5 വിക്കറ്റാണ് ഇവർക്ക് പോയത്, ടോട്ടൽ 5. ഓക്കെ, ഇത് വേറെ രീതിയിൽ സം ഈഫ് വെച്ചിട്ടും കണ്ടുപിടിക്കുക. അതെങ്ങനെയാ നോക്കാം. ഓക്കെ, അപ്പോൾ ഈക്വൽ ടു സം ഈഫ് ഈ ഫംഗ്ഷൻ വെച്ചിട്ട് നമുക്ക് കണ്ടുപിടിക്കാം. ഇതിനെന്താ വേണ്ടി വെച്ചാൽ, സം ഈഫ് വെക്കുകയാണെങ്കിൽ ആദ്യം റേഞ്ച് സെലക്ട് ചെയ്യണം. ഇവിടെ കണ്ടില്ല റേഞ്ച്.
അപ്പോൾ ഈസ്റ്റ് വിക്കറ്റ് ഈ റേഞ്ച് ഈസ്റ്റ് വിക്കറ്റിലെ ഇത് മുതൽ അടി വരെ ലാസ്റ്റ് വരെയാണ് നമുക്ക് വേണ്ടത്. കൺട്രോൾ ഷിഫ്റ്റ് ഡൗൺ അടിക്കുക. ദെൻ കോമഡ. പിന്നെ ക്രൈറ്റീരിയ, ഇതിൽ വിക്കറ്റ് പോയാൽ 1 ആയിരിക്കും വന്നത്. ഓക്കെ, അപ്പോൾ ബ്രാക്കറ്റ് 1 അല്ല കോമ 1 ഇടുക. ദെൻ വീണ്ടും റേഞ്ച് കാണിക്കണം, ഏത് റേഞ്ചിലുള്ള വിക്കറ്റാണ് പോയത്. അപ്പോൾ വീണ്ടും സെലക്ട് ചെയ്യുക, കൺട്രോൾ ഷിഫ്റ്റ് ഡൗൺ അടിക്കുക. ദെൻ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എൻ്റർ അടിക്കുക. സെയിം ഇതാണ് കിട്ടിയത്. ഓക്കെ, ഇപ്പോൾ 2 രീതിയിൽ, ഒന്ന് ഡാറ്റ സമ്മ് അടിക്കുക, പിന്നെ സം ഇഫ് വെച്ചിട്ടും ചെയ്യാം. കണ്ടീഷൻ ക്രിയേറ്റ് ചെയ്തിട്ട് അങ്ങനെയും നമ്മൾ കണ്ടുപിടിക്കുക. സം ഇഫ് ആണ് കുറച്ചും കൂടി ബെറ്റർ. ഓക്കെ, നെക്സ്റ്റ് ഇതേപോലെ ഈ മുംബൈ ഇന്ത്യൻസിൻ്റെ വിക്കറ്റ് പ്ലസ് ഡൽഹി ക്യാപിറ്റലിൻ്റെ വിക്കറ്റ് കണ്ടുപിടിക്കണമെങ്കിൽ ഈക്വൽ ടു സം ഇഫ് വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. സം ഇഫ് റേഞ്ച് കണ്ടുപിടിക്കണം, ഈസ്റ്റ് വിക്കറ്റ് എന്നുള്ള റേഞ്ചാണ്. കൺട്രോൾ ഷിഫ്റ്റ് ഡൗൺ അടിക്കുക, കോമ ക്രൈറ്റീരിയൻ എന്താണ് 1 അല്ലേ, 1 കോമ സം റേഞ്ച്. ഓക്കെ, അത് സെയിം റേഞ്ച് തന്നെയാണ് നമുക്ക് വേണ്ടത്. വ്യത്യസ്തമാണെങ്കിൽ വ്യത്യസ്ത റേഞ്ച് കൊടുക്കാം. ഈസ്റ്റ് വിക്കറ്റ് കൺട്രോൾ ഷിഫ്റ്റ് ഡൗൺ എൻഡ് അല്ല ബ്രാക്കറ്റ് ക്ലോസ് എൻഡ്. 7 വിക്കറ്റ് ഇവർക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ഓക്കെ, ഗെറ്റ് റൈറ്റ് റൺ ഫോർ ഡൽഹി ക്യാപിറ്റൽ ഇൻ ഫസ്റ്റ് ടു 5 ഓവർ. ഓക്കെ, അപ്പോൾ ഇതിൽ കുറച്ച് കാര്യങ്ങൾ ചോദിക്കുന്നത്. ടോട്ടൽ റൺസ് കാണും. ടോട്ടൽ റൺസ് കാണാൻ നമുക്ക് ഇവിടെ എത്ര ഉള്ളത്, ടോട്ടൽ റൺസ് ഇതായത് ഇതിൻ്റെ സമ്മ കണ്ടാണ്. ഓക്കെ, അപ്പോൾ ഈക്വൽ ടു സം ഈക്വൽ ടു സമ്മ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, ഫസ്റ്റ് കൺട്രോൾ ഷിഫ്റ്റ് ഫസ്റ്റ് കോളം സെലക്ട് ചെയ്ത് കൺട്രോൾ ഷിഫ്റ്റ് ഏതിൻ്റെ ആണോ റണ്ണ് കാണേണ്ടത് അതിൻ്റെ ആ കോളത്തിൻ്റെ ഫസ്റ്റ് കോളം സെലക്ട് ചെയ്ത് കൺട്രോൾ ഷിഫ്റ്റ് ഡൗൺ അടിക്കുക. ദെൻ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എൻ്റർ അടിക്കുക. അപ്പോൾ ടോട്ടൽ റണ്ണ് 35. ഈ ടോട്ടൽ ഓവർ കിട്ടണം. അപ്പോൾ നമ്മൾ ഓവർ വരുന്നത് ഇതിലാണ്. ഇവിടെ 1, 2 ഈ ഓവർ എന്നുള്ളതിൽ ഏതൊക്കെയാണ്? 1, 2, 3, 4, 5, 6 ബോളുണ്ട് ഒരു ഓവറിൽ. എല്ലാവർക്കും അറിയുന്നതാണ് 6 ബോളാണ്. ഓക്കെ, അതേപോലെ ഇവിടെ 0 to 4 വരെ ഉണ്ട്. അപ്പോൾ അതെങ്ങനെ കണ്ടുപിടിക്കാം? ടോട്ടൽ എത്ര ഓവർ ഉണ്ടെന്ന് അറിയാൻ ഈക്വൽ ടു സമ്മ് ബ്രാക്കറ്റ് ഓപ്പൺ സമ്മ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് ഓവർ തന്നെ ഇതാണ് സമ്മ് കണ്ടുപിടിക്കേണ്ടത്. സോറി, സമ്മല്ല, ഈ ടോട്ടൽ ഓവർ കണ്ടുപിടിക്കാൻ എത്ര ഓവർ ഉള്ളത് മാക്സ് കണ്ടുപിടിച്ചാൽ റേഞ്ച് വെച്ചിട്ട്. ഓക്കെ, മാക്സ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം, വാല്യൂ ഈ ഓവർ എന്നുള്ള ഇത് സെലക്ട് ചെയ്യുക, കൺട്രോൾ ചെയ്ത് ഡൗൺ അടിക്കുക, ദെൻ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. പക്ഷേ ഇവിടെ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്താൽ മാത്രം നടക്കില്ല. കാരണം എന്താ വെച്ചാൽ 0 ഓവർ ഇതിലും ആവില്ല അല്ലേ. ഇതിൽ മാക്സിമം 4 അല്ലേ കിട്ടുന്നത്. അപ്പോൾ +1 കൂടി കൊടുക്കുക, +1. അപ്പോൾ ടോട്ടൽ ഓവർ എത്ര കിട്ടി? 5 ഓവർ അല്ലേ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ 0 ഇതിലെ മാക്സിമം എന്ന് പറഞ്ഞാൽ 4 ഓവറേ കിട്ടുള്ളൂ. പക്ഷെ ഈ 0 ഓവർ കൗണ്ട് ചെയ്തിട്ടില്ല. അപ്പോൾ അത് കൂട്ടാൻ വേണ്ടിയിട്ടാണ് +1 കൊടുത്തത്. മാക്സിമം ലാസ്റ്റ് ഓവർ 6 ആണ് തന്നെ. ഇനി റൺ റേറ്റ് കാണാൻ സിമ്പിളാണ്. ഈക്വൽ ടു ടോട്ടൽ റൺ ഡിവൈഡ് ബൈ ടോട്ടൽ ഓവർ. 7 റണ്ണാണ് ഒരു ഓവറിൽ കിട്ടിയത്. ഓക്കെ, ഗെറ്റ് എ റൺ റേറ്റ് ഫോർ MI മുംബൈ ഇന്ത്യൻസിൻ്റെ ഫസ്റ്റ് 5 ഓവറിൽ കാണും. സെയിം പോലെ തന്നെ ടോട്ടൽ റൺ കണ്ടുപിടിക്കാൻ
sum, then value total run. First column control shift down, bracket close here, enter. And with the run total kitty. Total over and equal to max max of value ഇതാണ് നമ്മളെ വാല്യൂ. കൺട്രോൾ ഷിഫ്റ്റ് ഡൗൺ അടിക്കുക, ദെൻ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. 0 ഓവർ ഉണ്ടായതുകൊണ്ട് +1 കൂടി കൊടുക്കുക. ഓക്കെ, ആ ഡാറ്റകൾ ചെക്ക് ചെയ്തിട്ട് നിങ്ങൾ ചെയ്യേണ്ടതാണ്. ഓക്കെ, ദെൻ റൺ റേറ്റ് കാണണം. ഇവർക്ക് ഇനി കണ്ടത് റൺ റേറ്റിന് ഫസ്റ്റ് പോയി ഓക്കെ. അപ്പോൾ ഈക്വൽ ടു ടോട്ടൽ റൺ ഡിവൈഡഡ് ബൈ ടോട്ടൽ ഓവർ. 11.6 റൺ റേറ്റ് വരുന്നത്. ഒരു ഓവറിൽ 11.6 വെച്ചിട്ട് റൺ റേറ്റ് എടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി ഫൈൻഡ് ദ നമ്പർ ഓഫ് വിക്കറ്റ് ദാറ്റ് were lost in the first 5 over for DC. നമ്പർ ഓഫ് വിക്കറ്റ്സ് കാണും. ഓക്കെ, അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇത് നമ്പർ ഓഫ് വിക്കറ്റ്സ് എത്ര പോയില്ലെന്ന് കാണും. ഓക്കെ, ഫസ്റ്റ് 5 ഓവറിലല്ലേ. അപ്പോൾ അതിന് നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ സം ഈഫ് കൊടുക്കാം. സം ഈഫ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, ദെൻ വിക്കറ്റ് അത് വരാതെ ഈക്വൽ ടു കൊടുത്തിട്ട് ചെയ്യണം. സം ഈഫ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, വിക്കറ്റ് ഇത് ഓപ്പൺ, ഈ റേഞ്ച് കൺട്രോൾ ഷിഫ്റ്റ് ഡൗൺ, ദെൻ കോമ സം ഈഫ് ആയിട്ടില്ല, സം ഈഫ്, ദെൻ നമ്മുടെ ക്രൈറ്റീരിയ ഏതാണ് 1 അല്ലേ. ദെൻ വീണ്ടും അഗൈൻ റേഞ്ച് കണ്ടുപിടിക്കാനാണ് പറഞ്ഞു. തന്നെ കൺട്രോൾ ഷിഫ്റ്റ് ഡൗൺ, എൻറ്റർ, ഈക്വൽ ടു 3 വിക്കറ്റ് ലോസ് ആയിട്ടുണ്ട്. ഓക്കെ, എത്ര 1 2 3 കറക്റ്റാണ്. ദെൻ ഇവിടെ അതേപോലെ കാണും അതിൻ്റെ നമ്പർ ഓഫ് വിക്കറ്റ്സ് ദാറ്റ് were lost in first 5. ഓക്കെ, ഈ ഫംഗ്ഷനെ നമുക്ക് എന്ത് യൂസ് ചെയ്യാം, സം ഈഫ് തന്നെ കൊടുക്കാം. സം കൊടുത്താലും കിട്ടും അത്. ഓക്കെ, എന്നാലും സം ഈഫ് ഒരു പുതിയൊരു ഫംഗ്ഷൻ നമുക്ക് പഠിക്കാം. കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ അതിനെ സം ചെയ്യുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. സം ഈഫ് റേഞ്ച് കൺട്രോൾ ഷിഫ്റ്റ് ഡൗൺ, ദെൻ കോമ ക്രൈറ്റീരിയൻ 1 എന്നുള്ളത് ആണെങ്കിൽ എന്താണ് കൊണ്ട് റേഞ്ച് ചോദിക്കുന്നത്, കൺട്രോൾ ഷിഫ്റ്റ് ഡൗൺ, ക്ലോസ്, ബ്രാക്കറ്റ് ക്ലോസ്. ഒരു വിക്കറ്റാണ് ലോസ് ചെയ്തത്, ഒരു വിക്കറ്റ് പോയിട്ടുണ്ട്. അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യന്, ഓക്കെ, ഇത് നമ്മളിപ്പോൾ എടുക്കുന്നില്ല. അപ്പോൾ ഇത്രയാണ് നോർമലായിട്ട് പറയാനുള്ളത്. ഇനി നമുക്ക് ഇതിൻ്റെ കുറച്ച് സിമ്പിൾ കുറച്ച് ഫംഗ്ഷനും കൂടി ഉണ്ട്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫംഗ്ഷനാണ് ആവറേജ് എന്നുള്ള ഫംഗ്ഷൻ ഉണ്ട്. അതേപോലെ തന്നെ ആവറേജ് എന്നുള്ള ഫംഗ്ഷന്, പിന്നെ മിൻ എന്നുള്ള ഫംഗ്ഷൻ ഉണ്ട്, പിന്നെ അതേപോലെ മാക്സ് ഓൾറെഡി നമ്മൾ പറഞ്ഞ്, പിന്നെ സമ്മ് പറഞ്ഞ്. ഓക്കെ, ആവറേജ് മിന്നും. അപ്പോൾ അതെങ്ങനെ കണ്ടുപിടിക്കണം? ഇപ്പോൾ ടോട്ടൽ റൺസിൻ്റെ ആവറേജ് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി, ഈക്വൽ ടു average എന്ന് കൊടുക്കാം. Then total runs, control shift down,
എൻ്റർ കൊടുക്കുക. ടോട്ടൽ ആവറേജ് റൺസ് എന്ന് പറഞ്ഞാൽ 2 അല്ല സോറി 1.933 ആണ്. ഓക്കെ, അപ്പോൾ ഇതിൽ ഇവിടെ ഈ ഒരു ആവറേജ് റൺസിന് കാര്യമില്ല. എന്താ വെച്ചാൽ ഇതെല്ലാം കൂട്ടിയിട്ട് ആവറേജ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, സം ഡിവൈഡ് ബൈ ടോട്ടൽ. ഓക്കെ, അങ്ങനെയാണ് ഈ ആവറേജ് കിട്ടിയത്. അപ്പോൾ മിനിമം കണ്ടുപിടിക്കണമെങ്കിൽ ഇതേപോലെ തന്നെ ഈക്വൽ ടു മിൻ ഓഫ് ഈ റേഞ്ചിലെ ഈ ബാറ്റ്സ്മാൻ റണ്ണിലെ ഇതെടുക്കാൻ പറ്റും. മിന്ന് നോക്കാം, കൺട്രോൾ ഷിഫ്റ്റ് ഡൗൺ എൻ്റർ കൊടുക്കാം, എൻ്റർ അടിക്കാം. ഇതിൽ മിന്ന് 0 ആണ്. ഓക്കെ, മാക്സിമം നമ്മൾ ഓൾറെഡി കണ്ടുപിടിക്കും. അപ്പോൾ ഇത്ര കാര്യങ്ങളാണ് നമുക്ക് ഇന്ന് പഠിക്കാനുള്ളത്. എല്ലാവരും മനസ്സിലായി വിചാരിക്കുന്നു. അപ്പോൾ പുതിയൊരു വീഡിയോ വരുമ്പോഴേക്കും നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി.